നമസ്കാരം, ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഓണം ലക്ഷ്യമാക്കി എത്തിച്ച മുന്തിയ ഇനം കഞ്ചാവുമായി 3 പേർ എക്സൈസിന്റെ പിടിയിലായി. കാഞ്ഞാണി പെരുമ്പുഴ പാലക്കഴയിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ലഹരിക്കെതിരെ പൊരുതാൻ കിഴ്പ്പള്ളിക്കര ഗ്രാമം ഒരുങ്ങുന്നു. ശനിയാഴ്ച വൈകിട്ട് 4-ന് ജനകീയ പ്രതിരോധ റാലി. വാർത്തകൾ വിശദമായി. കോളേജുകളും സ്കൂളുകളും കേന്ദ്രീകരിച്ച് കഞ്ചാവ് വിൽപ്പന നടത്തിവരുന്ന സംഘത്തെ 2.5 കിലോഗ്രാം കഞ്ചാവുമായി വാടാനപ്പള്ളി എക്സൈസ് പിടികൂടി. തൃശൂർ പൊങ്ങണങ്ങാട് സ്വദേശി തീയത്ത് പറമ്പിൽ അനീഷ്, പീച്ചി സ്വദേശി പ്ലാശ്ശേരി വീട്ടിൽ വിഷ്ണു, തളിക്കുളം സ്വദേശി കോഴിപ്പറമ്പിൽ വീട്ടിൽ അമൽ എന്നിവരാണ് വാടാനപ്പള്ളി എക്സൈസിന്റെ പിടിയിലായത്. വിപണിയിൽ വലിയ വിലയുള്ള ഒറീസ ഗോൾഡ് എന്നറിയപ്പെടുന്ന മുന്തിയ ഇനം കഞ്ചാവാണ് ഓണക്കച്ചവടം ലക്ഷ്യമിട്ട് സംഘം കടത്തിക്കൊണ്ടുവന്നത്. കാറിൽ കഞ്ചാവ് കടത്തുകയായിരുന്ന സംഘത്തെ അതിസാഹസികമായി പിന്തുടർന്നാണ് പിടികൂടിയത്. തൃശൂർ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ, അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ എന്നിവരുടെ നിർദ്ദേശാനുസരണം ഓണം സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് തീരദേശ മേഖലകൾ കേന്ദ്രീകരിച്ച് വാടാനപ്പള്ളി എക്സൈസ് ഇൻസ്പെക്ടർ VG സുനിൽകുമാറും പാർട്ടിയും നടത്തിയ പ്രത്യേക അന്വേഷണത്തിലാണ് സംഘം വലയിലായത്. പ്രിവന്റീവ് ഓഫീസർ ഹരിദാസ്, വിജയൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ രഞ്ജിത്ത്, ബാസിൽ, അഭിജിത്ത്, ഡ്രൈവർ രാജേഷ് എന്നിവരും പ്രതികളെ പിടികൂടിയ എക്സൈസ് സംഘത്തിൽ ഉണ്ടായിരുന്നു. കാഞ്ഞാണി പെരുമ്പുഴയിൽ പുരുഷന്റെ മൃതദേഹം കണ്ടെത്തി. 72 വയസ്സുള്ള ലാലൂർ സ്വദേശി പറപ്പുള്ളി വീട്ടിൽ സേവ്യറിന്റെ മൃതദേഹമാണ് കാഞ്ഞാണി പെരുമ്പുഴയിൽ 2ാമത്തെ പാലത്തിന് സമീപത്തെ ഹൈലെവൽ കനാലിലെ പാലക്കഴയിൽ കണ്ടെത്തിയത്. അന്തിക്കാട് പോലീസ് സ്ഥലത്തെത്തി. തൃശ്ശൂരിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് സംഘമാണ് മൃതദേഹം പുറത്തെടുത്തത്. വെള്ളിയാഴ്ച ഉച്ചയോടെ നാട്ടുകാരാണ് വെള്ളത്തിൽ കമിഴ്ന്നു കിടക്കുന്ന നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. പുതുതലമുറയെ നശിപ്പിക്കുന്ന ലഹരി മാഫിയക്കെതിരെ പോരാടാൻ ഒരു നാട് മുഴുവൻ ഒന്നിക്കുന്നു. അധികാരികൾ മാത്രം വിചാരിച്ചാൽ ഈ മഹാവിപത്തിനെ നാട്ടിൽ നിന്നും തുടച്ചു നീക്കാനാകില്ലെന്ന തിരിച്ചറിവിൽ നിന്നാണ് ലഹരി സംഘങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ കിഴ്പ്പള്ളിക്കരയിലെ സകല ജനങ്ങളും കൈകോർക്കുന്നത്. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ പോലും ഇവരുടെ കണ്ണികളാവുകയും പ്രദേശത്തെ വീടുകളിലെ സമാധാന അന്തരീക്ഷം തകരുകയും ചെയ്തതോടെയാണ് പ്രശ്നത്തിന്റെ ഗുരുതരാവസ്ഥ നാട്ടുകാർക്ക് ബോധ്യപ്പെട്ടത്. തങ്ങളുടെ നാടിനെ തിരിച്ചുപിടിക്കണമെന്ന നിശ്ചയദാർഢ്യത്തോടെ ഒരു കൂട്ടം ചെറുപ്പക്കാരാണ് ലഹരി സംഘങ്ങളെ പ്രതിരോധിക്കാൻ മുന്നിട്ടിറങ്ങിയത്. കിഴ്പ്പള്ളിക്കര എന്ന വില്ലേജിനകത്ത് ഏതാണ്ട് 3.25 വാർഡുകൾ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശത്ത് മയക്കുമരുന്ന് ഗുണ്ടാ സംഘത്തിൻ്റെ വികാര കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥികളുടെ ഇടയിൽ, യുവാക്കളുടെ ഇടയിൽ മയക്കുമരുന്ന് ഉപയോഗത്തിൻ്റെയും വിൽപ്പനയുടെയും അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള ഗുണ്ടാ സംഘത്തിൽ ഉൾപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം നാട്ടിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കിഴ്പ്പള്ളിക്കര ജനകീയ സമിതിയുടെ ആദ്യഘട്ട ലഹരി വിരുദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായി സെപ്റ്റംബർ 7 ശനിയാഴ്ച ജനകീയ പ്രതിരോധ റാലി നടക്കും. ഹെൽത്ത് സെന്റർ മുതൽ കിഴ്പ്പള്ളിക്കര സെന്റർ വരെ നടക്കുന്ന പ്രതിരോധ റാലിയിൽ കിഴ്പ്പള്ളിക്കരയിലെ മുഴുവൻ ബഹുജനങ്ങളും പങ്കെടുക്കും. വൈകിട്ട് 4-ന് താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് റാലി ഫ്ലാഗ് ഓഫ് ചെയ്യും. വൈകിട്ട് 5-ന് കിഴ്പ്പള്ളിക്കര സെന്ററിൽ നടക്കുന്ന പൊതുയോഗം തൃശൂർ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ C. സുനു ഉദ്ഘാടനം ചെയ്യും. ഇരിങ്ങാലക്കുട DYSP KG സുരേഷ്, കൊടുങ്ങല്ലൂർ DYSP VK രാജു, ചേർപ്പ് റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ K. അശ്വിൻകുമാർ എന്നിവർ പങ്കെടുക്കും. പത്രസമ്മേളനത്തിൽ TV ദീപു, വാർഡ് മെമ്പർമാരായ ഷൈനി ബാലകൃഷ്ണൻ, CL ജോയ്, മിനി ജോസ്, ജനകീയ സമിതി രക്ഷാധികാരി PB റബീർ അലി എന്നിവർ പങ്കെടുത്തു. ഈ പ്രദേശത്തെ പുഴയോരങ്ങൾ, അതുപോലെ തന്നെ പാലങ്ങൾ, പാടശേഖരങ്ങൾ, ഗ്രൗണ്ടുകൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വിദ്യാർത്ഥികളായ 13 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള യുവാക്കൾ ഉൾപ്പെടുന്ന ഒരു സമൂഹമാണ് ഇത്തരത്തിലുള്ളൊരു മാഫിയയ്ക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ഇതിൻ്റെ ഉപയോഗത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവർ വീടാന്തരം കയറി അക്രമങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. രാത്രികാലങ്ങളിൽ എയർപോർട്ടിൽ പോയി വരുന്നവർ, ആശുപത്രിയിൽ പോയി വരുന്നവർ, സിനിമ കണ്ടുവരുന്നവർ, ഇവരൊക്കെ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തുന്ന സ്ഥിതിവിശേഷം ഈ പ്രദേശങ്ങളിലെ ഗ്രാമ റോഡുകൾ, തെരുവ് വീതികളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കുറച്ചു നാളുകളായി കിഴ്പ്പള്ളിക്കര മേഖലയിലുണ്ട്.
താന്യം ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡിൽ ഒരുമ കുടുംബശ്രീയിലെ നിറവ് JLG ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി റോഡ് പരിസരത്ത് കൃഷി ചെയ്ത ചെണ്ടുമല്ലിപ്പൂവിന്റെ വിളവെടുപ്പ് നടത്തി. വാർഡ് മെമ്പർ ആൻഡോ തൊറയൻ ഉദ്ഘാടനം ചെയ്ത യോഗത്തിൽ ADS പ്രസിഡന്റ് വിജയപ്രകാശൻ അധ്യക്ഷയായി. കൃഷി ഓഫീസർ രൺദീപ് KR, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ബിനു, കുടുംബശ്രീ താന്യം പഞ്ചായത്ത് ചെയർപേഴ്സൺ സുജിത നിരേഷ്, ജില്ലാ മിഷൻ ബ്ലോക്ക് കോർഡിനേറ്റർ ധന്യ സുരേഷ്, അഗ്രോസി RP യമുന രാജു, സിൽജ ജോഷി എന്നിവർ സംസാരിച്ചു. നാട്ടിൽ നമ്മുടെ ഓണത്തിന് നമ്മൾ എന്നും വരവ് പൂവുകളെയാണ് ആശ്രയിക്കാറ്. ഈ വർഷം നമുക്കറിയാം കൃഷിഭവൻ ഇപ്പോൾ 5-ാം വാർഡിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 13 ഇതുപോലെ ഗ്രൂപ്പുകൾക്ക് നമ്മൾ ചെട്ടിമല്ലി തൈ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ കൃഷിഭവൻ്റെ നേതൃത്വത്തിൽ അത് കൊടുത്തിരുന്നു. ആ തൈകളിലുണ്ടായ പൂവ് പറിക്കലാണെന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഉള്ള പൂവിനെ വെച്ചുകൊണ്ട് നമ്മൾ അത്തം തുടങ്ങി പൂക്കളം ഇടാവുന്ന ഒരു സംവിധാനം നമ്മുടെ ഈ പ്രദേശത്തുണ്ടായിരിക്കുക. പണ്ടൊക്കെ നമുക്കറിയാം തമിഴ്നാട്ടിൽ നിന്ന് കർണാടകയിൽ നിന്നോ ഏതെങ്കിലും ഒരു ലോറി ഇവിടെ വന്നില്ലെങ്കിൽ നമുക്കിവിടെ അത്തത്തിന് പൂവുണ്ടാവില്ല, അല്ലെങ്കിൽ ഓണം വരെ പൂവിന് വളരെ ക്ഷാമമായിരിക്കും. ഈ തരുണത്തിൽ പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ നല്ല രീതിയിലാണ് ഈ തവണ പൂക്കൃഷി നടന്നിരിക്കുന്നത്. നീതു ഗിനീഷ്, ലത ദിനേന്ദ്രൻ, സിജി ഡേവിസ്, ലീന തോമസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ചെണ്ടുമല്ലിപ്പൂവ് കൃഷി നടത്തുന്നത്. പൂവ് കൃഷി രംഗത്തേക്ക് ആദ്യമായാണ് ഇറങ്ങുന്നതെന്നും അടുത്ത വർഷം വിപുലമായി തന്നെ പൂവ് കൃഷി നടത്തുമെന്നും ഇവർ പറഞ്ഞു. നാട്ടിയ വെസ്റ്റ് KM UP സ്കൂളിൽ അധ്യാപക ദിനം ആചരിച്ചു. സ്കൂളിലെ പൂർവ്വ അധ്യാപിക സിലോമണി ടീച്ചറെ ആദരിച്ചു. വാർഡ് മെമ്പർ സെന്തിൽ കുമാർ, PTA പ്രസിഡന്റ് സജിനി മുരളി, പ്രധാന അധ്യാപിക CJ ജെന്നി, ബിജു മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികളായ ശ്രീലക്ഷ്മി KM, പാർവതി, ഗൗതം കൃഷ്ണ എന്നിവർ അധ്യാപക ദിന പരിപാടികൾ അവതരിപ്പിച്ചു. തുടർന്ന് അധ്യാപകരുടെ ഗാനാലാപനവും ഉണ്ടായിരുന്നു. ജിഷി ടീച്ചർ, ജോഫി ടീച്ചർ എന്നിവർ നേതൃത്വം നൽകി. ഇന്ന് നമ്മൾ ഈ ചെറിയൊരു പരിപാടി നമ്മളിവിടെ നടത്തുന്നത് നമ്മുടെ ഈ വാർഡിലെ തന്നെ ഏറ്റവും മുതിർന്ന ഒരു അധ്യാപിക മാത്രമല്ല, നമ്മുടെ സ്കൂളിലെ അധ്യാപിക കൂടിയാണ്. നമ്മുടെ സ്കൂളിൽ ഇവിടെ നിൽക്കുന്ന കുറേ പേര് ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ജിസി ടീച്ചർ സിലോമൻ ടീച്ചറുടെ സ്റ്റുഡൻ്റാണ്. നമ്മുടെ ഒരു പേരൻ്റ് ഉണ്ട് ഇവിടെ. ടീച്ചർ പഠിപ്പിച്ച കുട്ടികൾ തന്നെ ഇവിടെയുണ്ട്. അപ്പോൾ ടീച്ചർ പഠിപ്പിച്ച കുട്ടികൾ തന്നെ ഇവിടെ അധ്യാപികമാരായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് അല്ലേ? അധ്യാപകർക്ക് ഇന്ന് സന്തോഷിക്കേണ്ട ദിവസമാണ്. അപ്പൊ സന്തോഷം ഇങ്ങനെയാണ് നമ്മൾ ഇവിടെ ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. അപ്പൊ ആ പരിപാടിയിലേക്ക് നമ്മൾ ടീച്ചറെ വിളിച്ച് ആദരിക്കാനായിട്ട് നമ്മൾ ടീച്ചറെ വിളിച്ചോളാം. ടീച്ചർ കാണിച്ചാൽ അധ്യാപക ദിനത്തിൽ സഹപ്രവർത്തകർക്ക് പുരസ്കാരം സമ്മാനിച്ച് പ്രധാന അധ്യാപകൻ. വലപ്പാട് GDM LP സ്കൂളിലെ പ്രധാന അധ്യാപകൻ CK ബിജോയാണ് അധ്യാപക ദിനത്തിൽ വിദ്യാർത്ഥികളോടൊപ്പം സഹപ്രവർത്തകർക്ക് ഹെഡ് മാസ്റ്റേഴ്സ് അപ്രിസിയേഷൻ അവാർഡുകൾ സമ്മാനിച്ചത്. അടച്ചുപൂട്ടൽ ഭീഷണി നേരിട്ട GDM LP സ്കൂളിനെ ചുരുങ്ങിയ കാലം കൊണ്ട് ജില്ലയിലെ മാതൃകാ വിദ്യാലയമാക്കി തീർക്കുന്നതിൽ പുലർത്തിയ ആത്മസമർപ്പണവും ടീം വർക്കുമാണ് അധ്യാപകരെ പുരസ്കാരത്തിന് അർഹരാക്കിയത്. അധ്യാപകരായ CB സുബിത, AC ലിജി, CB സിജ, MA ശ്രീദേവി, പാർവതി ദിലീപ്, ഷാനി അസീസ്, KD ദിവ്യ, PH ഷാനിദ എന്നിവർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. സ്കൂൾ വികസന സമിതി വർക്കിംഗ് ചെയർമാൻ RR സുബ്രഹ്മണ്യൻ അധ്യക്ഷനായി. പ്രധാന അധ്യാപകൻ CK ബിജോയ് പുരസ്കാര വിതരണം നിർവഹിച്ചു. PTA പ്രസിഡന്റ് ഷാനുജ, മാതൃസംഗമം പ്രസിഡന്റ് മനീഷ ജിജിൽ, AC ലിജി എന്നിവർ സംസാരിച്ചു. വിദ്യാലയത്തിന്റെ മുൻ മാനേജർ AR ദിവാകരന്റെ നിര്യാണത്തിൽ യോഗം അനുശോചിച്ചു. വിശ്വഭാരതി പഠനത്തണൽ എന്ന പേരിലാണ് നമ്മൾ നമ്മുടെ ഗ്രീൻ ക്ലാസ് മുറി ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ രവീന്ദ്രനാഥ ടാഗോറിനെ കുറിച്ചിട്ടുള്ളതായിരുന്നു ഡോക്ടർ S രാധാകൃഷ്ണൻ്റെ ആദ്യത്തെ പുസ്തകം തന്നെ. അദ്ദേഹത്തിൻ്റെ ഓർമ്മയിലാണ് ദേശീയ അധ്യാപക ദിനം നമ്മൾ ആചരിക്കുന്നത്. ഈ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധ്യാപകരെ എല്ലാവരും ആദരിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. അധ്യാപകർ അവരെക്കുറിച്ച് സ്വയം വിലയിരുത്തുകയും അവരുടെ ജോലി ഏറ്റവും ഭംഗിയായിട്ട് എങ്ങനെയൊക്കെ നടത്താം, എന്തൊക്കെ മാറ്റങ്ങൾ ഞങ്ങളിൽ വരുത്തണം എന്നതിനെയൊക്കെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. KK രാധാകൃഷ്ണന്റെ നിര്യാണത്തിൽ സർവകക്ഷി അനുശോചന യോഗം നടത്തി.
തൃപ്രയാർ മുൻകാല KSU സംസ്ഥാന സെക്രട്ടറിയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റും കേരളത്തിലെ മികച്ച പ്രാസംഗികനുമായിരുന്ന ശാസ്ത്രി എന്ന് വിളിപ്പേരുള്ള KKR എന്ന KK രാധാകൃഷ്ണന്റെ നിര്യാണത്തിൽ കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി അനുശോചന യോഗം നടത്തി. നാട്ടിക ബീച്ച് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് നടന്ന അനുശോചന യോഗത്തിൽ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും സഹപ്രവർത്തകരും KK രാധാകൃഷ്ണന്റെ പഴയകാല സുഹൃത്തുക്കളും പങ്കെടുത്തു. യോഗത്തിൽ കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദിഖ് അധ്യക്ഷനായി. വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കളായ നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ, DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ, മുസ്ലിം ലീഗ് തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് KA ഹാറൂൺ റഷീദ്, NCP തൃശൂർ ജില്ലാ സെക്രട്ടറി UK ഗോപാലൻ, CPI നാട്ടിക ലോക്കൽ സെക്രട്ടറി മണി, RMPയുടെ പ്രതിനിധിയായി TK പ്രസാദ്, CG അജിത് കുമാർ, AK തിലകൻ എന്നിവർ അനുശോചന യോഗത്തിൽ സംസാരിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ KR ദാസൻ, ബിന്ദു പ്രദീപ്, K എബീർ, AN സിദ്ധപ്രസാദ്, PC ജയബാലൻ, ബാബു പനയ്ക്കൽ, PM സുബ്രഹ്മണ്യൻ, AK ജയനേന്ദ്രകുമാർ, VT രഞ്ജിത് സിംഗ്, PS ശങ്കരനാരായണൻ, കമല ശ്രീകുമാർ തുടങ്ങി നിരവധി പേർ അനുശോചന യോഗത്തിൽ പങ്കെടുത്തു. എവിടെ കണ്ടാലും എൻ്റെ കയ്യിലുള്ള വാഹനം അത് സൈക്കിളായിരുന്ന സമയത്തും അത് ഇരുചക്രമായിരുന്ന സമയത്തും കാറായിരുന്നപ്പോഴുമെല്ലാം KKRനെ എവിടെ നിന്നായാലും വീട്ടിൽ കൊണ്ടുപോയി ആക്കുന്നു. അങ്ങനെ ഒരു ബന്ധം KKRുമായി എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. മണലൂർ GLPS സ്കൂളിൽ അധ്യാപക ദിനം ആഘോഷിച്ചു. സ്കൂളിലെ മുതിർന്ന അധ്യാപികയായ ഷീല ടീച്ചറെയും പ്രധാന അധ്യാപികയായ ജോസി ടീച്ചറെയും PTA അംഗങ്ങൾ പൊന്നാട അണിയിച്ച് ആദരിച്ചു. പതിവ് രീതികളിൽ നിന്ന് വ്യത്യസ്തമായി കുട്ടികൾക്കു പകരം അധ്യാപകർ അസംബ്ലി നടത്തി. റിട്ടയേർഡ് അധ്യാപികയായ വിജയൻ ടീച്ചറുടെ വസതിയിൽ പോയി കുട്ടികളും അധ്യാപകരും PTA പ്രസിഡന്റ് PV സലീഷ്, മദർ PTA പ്രസിഡന്റ് KV സുവിത എന്നിവർ ചേർന്ന് ആദരിച്ചു. വാടാനപ്പള്ളി മദാർ ഇംഗ്ലീഷ് സ്കൂളിൽ ആർട്സ് ഫെസ്റ്റ് നടത്തി. തൃശൂർ ജില്ലാ അസിസ്റ്റന്റ് കളക്ടർ അതുൽ സാഗർ ഉദ്ഘാടനം ചെയ്തു. എനിക്ക് എല്ലാ കുട്ടികളും ഒരു റിക്വസ്റ്റ് ആണ്. നിങ്ങളുടെ മാതാപിതാക്കൾ അപ്പോഴും റെസ്പെക്ട് ചെയ്യണം. യു ഷുഡ് ഓൾവേസ് നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളുടെ അധ്യാപകർ വളരെ റെസ്പെക്ട് ചെയ്യണം. കാരണം whatever you will become in your life, it will be only because of your parents and your teachers. Today is 5 September, Teachers Day. We celebrate ആഘോഷിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ KI സെയ്ദു മുഹമ്മദ് അധ്യക്ഷനായി. അറബിക് HEOD മുസ്തഫ സഖാഫി, PTA പ്രസിഡന്റ് റഫീഖ്, പ്രോഗ്രാം കൺവീനർമാരായ നസീം അലി, ലിഗി, സുഹാറബി, റസീന എന്നിവർ സംസാരിച്ചു. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. സ്കൈഫോണിൽ ഓണം മെഗാ ഓഫർ പെരുമഴ. സ്കൈഫോൺ തൃപ്രയാർ നിയർ സിഗ്നൽ ജംഗ്ഷൻ. എല്ലാ സ്മാർട്ട് ഫോണുകൾക്കൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ. സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ സ്വർണം സ്വന്തമാക്കാനുള്ള സുവർണാവസരം. ഓരോ പർച്ചേസിലും നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. ഓണം മെഗാ ഓഫർ സമ്മാന പെരുമഴ. ഓപ്പോ ഓണം സ്പെഷ്യൽ ഓഫർ. റെഡ്മി ഓണവിസ്മയം 0% EMI സൗകര്യം. ക്രെഡിറ്റ് ആൻഡ് ഡെബിറ്റ് കാർഡ് EMI സൗകര്യം. സാംസങ് ഫോണുകൾക്ക് സാംസങ് ഫിനാൻസ് പ്ലസ് സൗകര്യം. പഴയ ഫോണുകൾക്ക് എക്സ്ചേഞ്ച് സൗകര്യം. റീസണബിൾ പ്രൈസ്. സെയിൽസ് ആൻഡ് സർവീസിംഗ്. സ്കൈഫോൺ തൃപ്രയാർ നിയർ സിഗ്നൽ ജംഗ്ഷൻ. പൊന്നിൻ ചിങ്ങമാസത്തിലെ പൊന്നോണം ഇങ്ങെത്തി. ഏവർക്കും
മൈ സ്റ്റോർ മൊബൈൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ ഓണത്തിന് പലിശയില്ലാതെ നിങ്ങളുടെ മനസ്സിനിണങ്ങിയ ഫോണുകൾ മാസത്തവണയിൽ സ്വന്തമാക്കാം. ഐഫോൺ, ആൻഡ്രോയിഡ് തുടങ്ങി എല്ലാത്തരം ഫോണുകളും ഫോൺ ആക്സസറീസും ലഭ്യമാണ്. മാത്രമല്ല, കംപ്ലൈന്റ് ആയ ഫോണുകൾ നിങ്ങളുടെ മുന്നിൽ വെച്ച് റിപ്പയർ ചെയ്തു തരുന്ന തൃപ്രയാറിലെ ഏറ്റവും വലിയ ലൈവ് സർവീസ് സെന്റർ കൂടിയാണ് മൈ സ്റ്റോർ മൊബൈൽസ്. അപ്പോൾ ഇനി ഫോണിന്റെ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. മൈ സ്റ്റോർ മൊബൈൽസ്, സിറ്റി ടവർ, ഫോൺ 8078776665 8080008811. മൈ സ്റ്റോർ മൊബൈൽസ്, സിറ്റി ടവർ, ടെമ്പിൾ റോഡ്, തൃപ്രയാർ. ആരോഗ്യമുള്ള നല്ല നാളേക്കായി മണപ്പുറം മാക്കയർ നൽകുന്ന മൺസൂൺ ഹെൽത്ത് ചെക്കപ്പ് ഓഫർ. വിദഗ്ധരായ ഡോക്ടർമാർ രൂപകൽപ്പന ചെയ്ത 50-ൽ പരം ടെസ്റ്റുകൾ അടങ്ങിയ ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് പാക്കേജ് ഇപ്പോൾ വെറും 2750 രൂപ മാത്രം. അതോടൊപ്പം 900 രൂപയുടെ വൈറ്റമിൻ D3 ടെസ്റ്റ് സൗജന്യം. ഈ ഓഫർ മാക്കയറിന്റെ വലപ്പാട്, വാടാനപ്പള്ളി, കാട്ടൂർ, കാഞ്ഞാണി, ചേർപ്പ് ബ്രാഞ്ചുകളിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 1800 309 1555. പൊന്നോണപ്പൂക്കൾ പോലെ, പൊന്നോണപ്പൂക്കൾ പോലെ പുതുപുടവകൾ അർച്ചന സിൽക്സ് ചെറിയ വിലയിൽ വലിയ ഷോപ്പിംഗ് അർച്ചന സിൽക്സിൽ മാത്രം. പൊന്നോണപ്പൂക്കൾ പോലെ, പൊന്നോണപ്പൂക്കൾ പോലെ പുതുപുടവകൾ അർച്ചന സിൽക്സ് അർച്ചന സിൽക്സ് തൃപ്രയാർ, അർച്ചന സിൽക്സ് ആൻഡ് സാരീസ് വാടാനപ്പള്ളി. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകളിലേക്ക്. തൃത്തല്ലൂർ UP സ്കൂളിൻ്റെയും ഗ്രീൻ പോലീസിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ ദേശീയ നേത്രദാന പക്ഷാചരണത്തിൻ്റെ ഭാഗമായി നേത്രദാന ബോധവൽക്കരണ ക്ലാസ് നടന്നു. സ്കൂളിലെ വിദ്യാർത്ഥികളിൽ നേത്രദാനത്തെക്കുറിച്ച് ബോധവൽക്കരണവും പ്രചരണവും നടത്തി. കുട്ടികളുടെ നേതൃത്വത്തിൽ 1000 സമ്മതപത്രങ്ങൾ സ്വരൂപിച്ച് നൽകുന്ന പദ്ധതിക്ക് രൂപം നൽകി. പ്രധാന അധ്യാപിക KG റാണിയുടെ അധ്യക്ഷതയിൽ നടന്ന ബോധവൽക്കരണം KS ദീപൻ ഉദ്ഘാടനം ചെയ്തു. ഐ ബാങ്ക് അസോസിയേഷൻ വളണ്ടിയർ അഡ്വക്കേറ്റ് PF ജോയ് ബോധവൽക്കരണ സന്ദേശം നൽകി. KS ഷീന, PV ശ്രീജ മൗസമി, NS നിഷ, PP ജ്യോതി, PK ഷീബ, AH ഷാഹിന, KS സാലിഹ, അജിത് പ്രേംപി, BAV നിഷ എന്നിവർ പ്രസംഗിച്ചു. ഗ്രീൻ പോലീസ് അംഗങ്ങൾ നേതൃത്വം നൽകി. ലയൺസ് ക്ലബ്ബ് ഇന്റർനാഷണൽ 318Dയുടെ ക്ലോത്ത് ബാങ്ക് പ്രോജക്റ്റിൽ ലഭിച്ച വസ്ത്രങ്ങളുടെ ഒരു ഭാഗം വെങ്കിടൻ ഗ്രാമഭാരതി ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് അംഗങ്ങൾക്ക് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ പീതാംബരൻ രാരംഭത്ത് നൽകി. കാഞ്ഞാണി ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ആന്റണി വർക്കി, ഡോക്ടർ സജീവ്, ഗ്രാമഭാരതി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ലോക പഞ്ചഗുസ്തി മത്സരത്തിൽ മാറ്റുരയ്ക്കാൻ മണലൂർ പഞ്ചായത്തിലെ കാരമുക്കിൽ നിന്നും 2 താരങ്ങൾ പുറപ്പെട്ടു. ഡെൻമാർക്കിൽ സെപ്റ്റംബർ 7 മുതൽ 14 വരെ നടക്കുന്ന വേൾഡ് ഫയർ സർവീസ് ഗെയിംസിനുള്ള ഇന്ത്യൻ ടീമിൽ പഞ്ചഗുസ്തിയിലാണ് മത്സരിക്കാൻ ഒരുങ്ങുന്നത്. കാരമുക്ക് 12ാം വാർഡിൽ സൗഹൃദ റോഡിലെ വടക്കേത്തല കറുത്തെഴുത്ത് വത്സൻ ഷീബ ദമ്പതികളുടെ മകൻ റെജിൻ വത്സനും മഞ്ചാടി റോഡിൽ കുണ്ടുകുളം പാറയ്ക്കപ്പോൾ സൺസ്മിത ദമ്പതികളുടെ മകൻ ആൽവിൻ പോൾസനുമാണ് മത്സരിക്കുന്നത്. ഇരുവരും കൊച്ചി അന്താരാഷ്ട്ര വിമാനത്തിൽ ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗം ജീവനക്കാരാണ്. ദേശീയ പഞ്ചഗുസ്തി കോച്ച് നകുൽ അയ്യന്തോളാണ് പരിശീലകൻ. കഴിമ്പ്രം VPM SNDP ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അധ്യാപക ദിനത്തിൽ വിദ്യാലയത്തിലെ മുഴുവൻ അധ്യാപകരെയും ആദരിച്ചു. വിദ്യാലയത്തിലെ ചുമർ ഗ്രാറ്റിറ്റ്യൂഡ് വാളാക്കി അലങ്കരിച്ചാണ് ആദരവ് പ്രകടിപ്പിച്ചത്. LKG മുതൽ +2 വരെയുള്ള കുട്ടികൾ അധ്യാപകർക്കുള്ള ആശംസകൾ വിവിധ രൂപത്തിൽ കടലാസിൽ തയ്യാറാക്കി കൊണ്ടുവന്ന് മതിലിൽ ഒട്ടിച്ചു ചേർത്ത് മനോഹരമാക്കി. തങ്ങളുടെ പ്രിയ അധ്യാപകർക്കുള്ള ആശംസകൾ സ്നേഹവാക്കുകളോടെ പൂക്കളായും ചിത്രശലഭങ്ങളായും വർണ്ണച്ചാർത്തുകളായും നിറഞ്ഞു.
പ്രധാന അധ്യാപിക ബീന ടി രാജൻ ഉദ്ഘാടനം ചെയ്തു. സീനിയർ അധ്യാപിക ഷീബ ടീച്ചർ, NSS പ്രോഗ്രാം ഓഫീസർ VG സിന്ധു, NSS വളണ്ടിയർമാരായ ആദർശ്, നിരഞ്ജന, ആദിലക്ഷ്മി, അജയ്, അനന്തര എന്നിവർ നേതൃത്വം നൽകി. സ്നേഹത്തണൽ വാർഷികാഘോഷവും ജീവകാരുണ്യ പുരസ്കാര വിതരണവും നടത്തി. വിശുദ്ധ മദർ തെരേസ ജീവകാരുണ്യ പുരസ്കാരം നാട്ടിക SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയും NSS കോർഡിനേറ്ററുമായ ശലഭ ജ്യോതിഷിന് സമ്മാനിച്ചു. 10,001 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. സ്കൂളിലെ NSS വിദ്യാർത്ഥികൾക്കൊപ്പം ചേർന്ന് നടത്തിയ വേറിട്ട സേവന പ്രവർത്തനങ്ങളാണ് ശലഭ ടീച്ചറെ പുരസ്കാരത്തിന് അർഹയാക്കിയത്. സ്നേഹത്തണൽ ട്രസ്റ്റിന്റെ 4ാം വാർഷികാഘോഷ പരിപാടികളോടനുബന്ധിച്ചാണ് പുരസ്കാര വിതരണം നടന്നത്. അവണങ്ങാട്ടിൽ കളരി അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ ഉദ്ഘാടനം ചെയ്തു. ഒരു ട്രസ്റ്റിന്റെ കീഴിലുള്ള പ്രവർത്തനം കൊണ്ട് നടക്കുന്ന ഒരു രീതി സ്നേഹത്തണലിന്റെ പ്രവർത്തനങ്ങൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓണമാണ് മലയാളികളുള്ളിടത്തെല്ലാം ആഘോഷിക്കുന്ന ദേശീയ ഉത്സവമായിട്ടുള്ള ഓണം. നമ്മുടെ ഓണത്തിന് ജാതി മത വ്യത്യാസങ്ങളൊന്നുമില്ലാതെ എല്ലാവരും അതിൽ മുഴുകിക്കൊണ്ട് പോകുന്നൊരു സമയമാണ്. ഇതൊരു ദുരന്തത്തിൻ്റെ കാലം കൂടിയായിരുന്നു, അതും മറക്കുന്നില്ല. എങ്കിലും ആഘോഷിക്കേണ്ടതൊക്കെ ആഘോഷിച്ചു പോകണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു മനസ്സിൽ തോന്നുന്നൊരു വിചാരം. നമ്മുടെ ജീവിതത്തിൽ വളരെ എന്നാണ് നമ്മളുടെ കാര്യം അവസാനിക്കുക എന്നുള്ളത് നമുക്കറിയില്ല. അടുത്ത നിമിഷം നമുക്കെന്ത് സംഭവിക്കുമെന്ന് അറിയാൻ പാടില്ലാത്ത വ്യക്തിത്വങ്ങളാണ് നമ്മളൊക്കെ. അപ്പോൾ നമ്മൾ ജീവിക്കുന്നിടത്തോളം കാലം കഴിയാവുന്നതും മനസ്സിന് സന്തോഷം വരുന്ന വർത്തമാനങ്ങൾ പറഞ്ഞു, മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ചെയ്തു, നമ്മളുടെ കൂടെ ജീവിക്കുന്ന സമൂഹ ജീവികളെ സ്നേഹിച്ചും ഇഷ്ടപ്പെട്ടും ജീവിക്കാൻ സാധിച്ചാൽ ഒരു പരിധിവരെ ആ ജന്മം സാഫല്യമായെന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. ഡോക്ടർ സിദ്ധാർത്ഥ് ശങ്കർ പൊക്കാഞ്ചേരി പുരസ്കാരം സമ്മാനിച്ചു. എഴുത്തുകാരൻ ബാപ്പു വലപ്പാട് വിശിഷ്ടാതിഥിയായി. കാലുകൾ തളർന്നുപോയ അവിണിശ്ശേരി സ്വദേശി രാജന് അഡ്വക്കേറ്റ് രഘുരാമൻ പണിക്കർ വീൽ ചെയർ കൈമാറി. നിർധന കുടുംബങ്ങൾക്കുള്ള ഓണക്കിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം ബാപ്പു വലപ്പാട് നിർവഹിച്ചു. ട്രസ്റ്റ് പ്രസിഡന്റ് VC അബ്ദുൽ ഗഫൂർ അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി MA സലീം, ഭാരവാഹികളായ KC അശോകൻ, PC അഹ്ഫത്ത്, രാജൻ പട്ടാട്ട്, TV ശ്രീജിത്ത്, ബാബു കുന്നുങ്ങൽ, ഷൺമുഖരാജ് മാസ്റ്റർ, ANG ജെയ്ക്കോ മാസ്റ്റർ, PR പ്രേംലാൽ, ഹാരി സാബു, KK പ്രകാശൻ എന്നിവർ സംസാരിച്ചു. അധ്യാപക ദിനത്തിൽ ഇക്കോവാസ് ഇന്ത്യൻ ട്രേഡ് കമ്മീഷണറും ആസ ഗ്രൂപ്പ് MDയും CP ട്രസ്റ്റ് ചെയർമാനുമായ CP സാലിഹ് കഴിമ്പ്രം സ്കൂളിന് 3000 വാട്ട്സിന്റെ ജനറേറ്റർ സമ്മാനമായി നൽകി. ചടങ്ങിൽ PTA പ്രസിഡന്റ് രമേശ് പള്ളത്ത് അധ്യക്ഷനായി. CP ട്രസ്റ്റ് പ്രതിനിധികളായ ഹിലാൽ കുരിക്കൽ, ഷമീർ എളേടത്ത്, TM നിസാബ് എന്നിവർ സ്നേഹസമ്മാനം സ്കൂൾ അധികൃതർക്ക് കൈമാറി. പ്രധാനാധ്യാപിക ബീന ടി രാജൻ, MPTA പ്രസിഡന്റ് ഷിസ്മ പ്രശാന്ത്, വൈസ് പ്രസിഡന്റ് അശ്വതി ഷെഞ്ചിത്ത് എന്നിവർ ചേർന്ന് ജനറേറ്റർ ഏറ്റുവാങ്ങി. CP ട്രസ്റ്റ് സമൂഹത്തിൽ ചെയ്യുന്ന നന്മ പ്രവൃത്തികളെക്കുറിച്ച് ചടങ്ങിൽ പരാമർശിച്ചു. സ്കൂളിൽ എന്നും വെളിച്ചം നിലനിൽക്കാൻ സാധിക്കട്ടെ എന്ന് CP ട്രസ്റ്റ് പ്രതിനിധികൾ ആശംസിച്ചു. പറഞ്ഞാൽ തീരാത്തത്ര കാര്യങ്ങൾ തീരദേശ മേഖലന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെ ചെയ്തു വരുന്നതാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് ഏറ്റവും വലിയൊരു സന്തോഷ ദിവസമാണ് അധ്യാപക ദിനമാണ്. നമുക്കറിയാം, നമ്മളുടെ കുഞ്ഞുമക്കളുടെ സ്വഭാവ രൂപീകരണം തുടങ്ങുന്നത് നമ്മളുടെ വിദ്യാലയത്തിൽ നിന്നാണ്. അവർക്ക് വിദ്യ പകർന്നു നൽകുന്നത് അധ്യാപകരാണ്. ആ അധ്യാപക ദിനത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ ഈ ഒരു പ്രകാശം, അതായത് വെളിച്ചം ലഭിക്കുന്നതിനാവശ്യമായ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ജനറേറ്ററാണ് നമ്മൾ ഈ വിദ്യാലയത്തിന് സമ്മാനമായിട്ട് നൽകുന്നത്. ഇതൊരു ഓണ സമ്മാനമാണ്. ഈ വിദ്യാലയത്തിന് നമ്മുടെ സാരിക്കാൻ്റെ വകയുള്ളൊരു സമ്മാനമാണ്. കഴിമ്പ്രം VPM SNDP സ്കൂളിൽ പൂർവ്വ അധ്യാപകരെ ആദരിച്ചുകൊണ്ട് അധ്യാപക ദിനം ആഘോഷിച്ചു. PTA പ്രസിഡന്റ് രമേശ് പള്ളത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുൻ ഹെഡ് മാസ്റ്റർ MK മനോജ് മാസ്റ്റർ, കഴിമ്പ്രം ദേശത്തെ ഏറ്റവും സീനിയർ അധ്യാപകനും കൂരിക്കുഴി സ്കൂളിലെ മുൻ പ്രധാന അധ്യാപകനുമായ NS ധർമ്മൻ മാഷ് എന്നിവരെ പൊന്നാടയണിച്ച് ആദരിച്ചു. ഇന്നത്തെ സമൂഹത്തിൽ കുട്ടികളുടെ പഠനകാര്യങ്ങളിൽ രക്ഷിതാക്കൾ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ടെന്ന് മനോജ് മാസ്റ്റർ അഭിപ്രായപ്പെട്ടു. ഡോക്ടർ S രാധാകൃഷ്ണന്റെ ജന്മദിനം അധ്യാപക ദിനമായി ആചരിക്കുന്നതിൻ്റെ പ്രാധാന്യം ധർമ്മൻ മാസ്റ്റർ കുട്ടികൾക്ക് പറഞ്ഞുകൊടുത്തു. ഹെഡ് മിസ്ട്രസ് ബീന ടി രാജൻ, സ്റ്റാഫ് പ്രതിനിധി ശോഭ ടീച്ചർ എന്നിവർ സംസാരിച്ചു. നമുക്കെല്ലാവർക്കും എപ്പോഴും അഭിമാനിക്കാവുന്ന ഒരു ദിനം തന്നെയാണ്. ഓരോ അധ്യാപകർക്കും ഉണ്ട് അധ്യാപകർ. അപ്പോൾ ആരും അധ്യാപകരായി തീരുന്നില്ല, കുട്ടികൾ തന്നെയാണ് എപ്പോഴും. ഓരോ അധ്യാപകരും കുട്ടി തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ മഹത്തായ ഒരു ദിനത്തിൽ നമുക്ക് ഈ സ്കൂളിന് വേണ്ടി
ചെറിയൊരു ആദരവ് നൽകുവാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അധ്യാപകർക്ക് എല്ലാവർക്കും ആദരവ് നൽകണമെന്നുണ്ടെങ്കിലും പരീക്ഷ വലിയൊരു പ്രശ്നമായി മാറി. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാലയത്തിൽ നിന്നും പോയിട്ടുള്ള എല്ലാ അധ്യാപകരെയും വിളിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നവീകരിച്ച വനിതാ ക്യാൻറ്റീൻ CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് സിന്ധു ശിവദാസ്, താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ്, അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ KM ജയദേവൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K രാമചന്ദ്രൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനത്ത് മുഹമ്മദ് അലി, ജനപ്രതിനിധികളായ CK കൃഷ്ണകുമാർ, TB മായ, സെൽജി ഷാജു, CR രമേഷ്, രജനി തിലകൻ, PS നജീബ്, ലത മോഹൻ, അബ്ദുൾ ജലീൽ, ആൻഡോ തൊറയൻ, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി P സുഷമ എന്നിവർ സംസാരിച്ചു. ചില കാര്യങ്ങൾ നടപ്പാക്കണമെന്ന് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് അല്ലപ്പുറത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞത്. നമുക്കറിയാം, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സർക്കാരിൻ്റെ ഫണ്ട് പരിമിതമാണ്. കിട്ടുന്ന ഫണ്ട് പൂർണ്ണമായി ഉപയോഗിക്കാൻ കഴിയേണ്ടതുണ്ട്. അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ നിലവിൽ ഗവൺമെൻറ് പ്രഖ്യാപിച്ച ചില കാര്യങ്ങളുണ്ട്. അതിൽ നിന്നും നടക്കാത്ത പരിപാടികൾ പരിശോധിച്ച് അത് നടക്കുന്ന പരിപാടിയായിട്ട് മാറ്റി നിർത്തുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമമാണ് നമ്മളിപ്പോൾ ആലോചിച്ച അടിസ്ഥാനത്തിലാണ്. ഓണത്തിന് പൂക്കളമൊരുക്കാനും സദ്യയൊരുക്കാനും ചെണ്ടുമല്ലി കൃഷിയും പച്ചക്കറി കൃഷിയും നടത്തി വിജയഗാഥ രചിച്ചിരിക്കുകയാണ് വലപ്പാട് സ്വദേശി ഷിബു നെമ്പട്ടി. വലപ്പാട് പഞ്ചായത്തിലെ മികച്ച കർഷകനായ ഷിബു നെമ്പട്ടിയുടെ കൃഷിയിടത്തിലാണ് ഓണത്തെ വരവേൽക്കാനായി ചെണ്ടുമല്ലി കൃഷിയും പച്ചക്കറിയും വിളഞ്ഞു നിൽക്കുന്നത്. 3 മാസത്തോളമായി കൃഷി ഇറക്കിയിട്ട് എല്ലാ വർഷവും ഓണക്കാലത്തും വിഷുവിനും അത് കൂടാതെയും ഇദ്ദേഹം കൃഷി നടത്തി വരുന്നുണ്ട്. പഞ്ചായത്തിലെ തന്നെ മികച്ച കർഷകനായി നിരവധി തവണയാണ് ഷിബുവിനെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. നിരവധി സ്ഥലത്താണ് കൃഷി. ഓണക്കാലത്ത് ഷിബുവിൻ്റെ വീടിൻ്റെ അടുത്തുള്ള 1/2 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് കൃഷി നടത്തിയത്. മഞ്ഞയും ഓറഞ്ചും നിറത്തിലുള്ള 2 തരം ചെണ്ടുമല്ലി കൂടാതെ വെണ്ട, പയർ, മത്തൻ, കുമ്പളം, കയ്പ, മുളക്, മഞ്ഞൾ, കൂർക്ക, വഴുതന, കുക്കുംബർ, മധുരക്കിഴങ്ങ്, വാഴ എന്നീ പച്ചക്കറികളുമാണ് കൃഷിയിടത്തിലുള്ളത്. ഷിബുവിൻ്റെ ഭാര്യ അജിത ഷിബു, മക്കൾ ഐശ്വര്യലക്ഷ്മി, അഭിമന്യു എന്നിവരാണ് കൃഷിയിടത്തിൽ സഹായത്തിനായുള്ളത്. പൂർണ്ണമായും ജൈവ കൃഷിയാണ് ഇവിടെ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നിരവധി പേരാണ് പച്ചക്കറി തേടി ഇവിടെ എത്താറുള്ളത്. വരുന്നവർക്ക് കൃഷി ചെയ്യുന്നതിനുള്ള ഉപദേശവും നിർദ്ദേശങ്ങളും ഇദ്ദേഹം പറഞ്ഞു കൊടുക്കാറുമുണ്ട്. ഓണത്തിനായി ഒരുങ്ങിയ ചെണ്ടുമല്ലി കൃഷിയുടെയും പച്ചക്കറി കൃഷിയുടെ ഉദ്ഘാടനം അത്തത്തിന് മുൻപ് നടത്തി. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. നമ്മളുടെ പഞ്ചായത്തിലെ ഓണത്തിനനുബന്ധിച്ച് നമ്മളുടെ സഹകരണ ബാങ്ക് നടത്തുന്ന ചന്തയ്ക്കും അതുപോലെ തന്നെ കൃഷിഭവൻ്റെ സംയുക്താഭിമുഖ്യത്തിൽ നടത്തുന്ന ചന്തയ്ക്കും വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുകയാണ്. ഇന്നതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഒരു വിളവെടുപ്പ് ഉദ്ഘാടന കർമ്മം നമ്മൾ നടത്തിയിരിക്കുകയാണ്. ഏറെ സന്തോഷമാണ്. എല്ലാ വർഷവും ഓണത്തിനായാലും വിഷുവിനായാലും നമ്മളുടെ ചന്ത വളരെ ഗംഭീരമാക്കാനായിട്ട് ജൈവ കർഷകനായ ഷിബുചേട്ടൻ്റെ കൃഷിയിടത്തിൽ നിന്ന് നമ്മൾക്ക് പച്ചക്കറികളും അതുപോലെ തന്നെ പൂവുമൊക്കെ എല്ലാ വർഷവും കിട്ടാറുണ്ട്. വളരെ കഠിനാധ്വാനിയായ അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിൽ നിന്നാണ് നമ്മളുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇപ്രാവശ്യം വിഷം ഉപയോഗിക്കാത്ത പച്ചക്കറികളൊക്കെ നമ്മൾ ചന്തയിലേക്ക് വിതരണം ചെയ്യുന്നത്. കൃഷി ഓഫീസർ ലക്ഷ്മി കെ മോഹൻ മുഖ്യ അതിഥിയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗം BK മണിലാൽ, ജയരാജൻ, അരുൺ ശിവജി, ഷിബു നെമ്പട്ടി, അജിത ഷിബു, ഐശ്വര്യ ലക്ഷ്മി, സമീപവാസികൾ എന്നിവർ പങ്കെടുത്തു. പൂർണ്ണമായിട്ട് ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള പച്ചക്കറികൾ നമ്മുടെ ഓണ വിപണിയിലേക്ക് നൽകുന്നുമുണ്ട്. ഏറ്റവും അധികം അഭിനന്ദനം അർഹിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണിത്. 11 മുതൽ 14 വരെ നടക്കുന്ന കൃഷി വകുപ്പിൻ്റെയും പഞ്ചായത്തിൻ്റെയും ഓണവിപണിയിലേക്കും പച്ചക്കറികൾ നൽകാൻ സാധിക്കും. മറ്റു വിപണിയിലേക്കും അദ്ദേഹത്തിന് നൽകിയിട്ട് അതുപോലെ തന്നെ ന്യായമായിട്ടുള്ള ഒരു വില അദ്ദേഹത്തിന് ഈ ഓണക്കാലത്ത് ലഭിക്കും എന്നുള്ളത് തന്നെയാണ് വിശ്വസിക്കുന്നത്. വിളവെടുത്ത പൂക്കളും പച്ചക്കറികളും സഹകരണ ബാങ്കിന്റെ ഓണച്ചന്തയിലേക്ക് നൽകും. കൂടാതെ കൃഷിയിടത്തിലെത്തുന്ന ആവശ്യക്കാർക്ക് നേരിട്ട് നൽകുമെന്നും ഷിബു പറഞ്ഞു.
നമ്മുടെ ചെറുപ്പം പോലുള്ള കാരണന്മാരകാലം തൊട്ടുള്ള കൃഷി ചെയ്താണ്. അതിൻ്റെ പിന്നിലൂടെ നമ്മൾ ചെറുപ്പം മുതലുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ ചെയ്തുള്ളത് ചെത്തിമേന്തി 2 തരം വെണ്ടക്കായ, പയർ, മത്ത, കുമ്പളങ്ങ, തക്കാളി, കയ്പക്കായ, പടവലങ്ങ ഇതായിക്കൊണ്ടിരിക്കാനുള്ള ഓണാകുമ്പോഴത്തേക്കും നന്നായിട്ട് കൃഷി ഉണ്ടായിരിക്കും, വിളവുണ്ടായിരിക്കും. അധ്യാപക ദിനത്തിൽ വാടാനപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ വാർഡുകളിൽ വാർഡ് പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ അധ്യാപകരെ ആദരിച്ചു. അധ്യാപകരായ പങ്കജ ടീച്ചർ, ചന്ദ്രകഥൻ മാസ്റ്റർ, ദീപൻ മാസ്റ്റർ, സുനിൽ മാസ്റ്റർ, നാദിറ ടീച്ചർ എന്നിവരെ മണ്ഡലം കമ്മിറ്റി ആദരിച്ചു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ്, CM രഘുനാഥ്, AM നൂറുദ്ദീൻ, IP പ്രഭാകരൻ, സുഗന്ധിനി ഗിരീഷ്, NJ സേവിയർ, പ്രിൻസി സുരേഷ്, പീതാംബരൻ വാലത്ത്, അമീർ ഷാ, ബഷീറ നൂറുദ്ദീൻ, സുനിൽ വാലത്ത്, ശിവരാമൻ ടിറ്റോ, ഫാത്തിമ ജലീൽ, ഷൗക്കത്ത് അലി, PV ഉണ്ണികൃഷ്ണൻ, റഫീഖ് നടുവിൽക്കര എന്നിവർ പങ്കെടുത്തു. കഴിഞ്ഞ ദിവസം അന്തരിച്ച വലപ്പാട് പഞ്ചായത്തിന്റെ ആദ്യ പ്രസിഡന്റും രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ആദ്യകാല സംഘചാലകുമായിരുന്ന അടിപ്പറമ്പിൽ ദിവാകരന്റെ അനുസ്മരണം വ്യാഴാഴ്ച വൈകിട്ട് 6-ന് വലപ്പാട് ചന്തമൈതാനത്ത് നടന്നു. ചടങ്ങിൽ വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിദ് ആഷിഖ് അധ്യക്ഷയായി. വിഭാഗ് സംഘചാലക് അച്യുതൻ മാസ്റ്റർ മുഖ്യ അനുസ്മരണം നടത്തി. രാഷ്ട്രീയ സ്വയം സേവക് സംഘ് ഗണ്ട് കാര്യവാഹ് ധനേഷ് പ്രസാദ്, ചിറ്റേഴത്ത് വാസുദേവൻ, CPM പ്രതിനിധിയും വാർഡ് മെമ്പറുമായ EP അജയ് ഘോഷ്, RMP പ്രതിനിധി പ്രേംദാസ്, BJP പ്രതിനിധി AK ചന്ദ്രശേഖരൻ, സേവാഭാരതി പ്രതിനിധി നോഫ് C പാറയ്ക്കൽ, കോൺഗ്രസ് പ്രതിനിധി ANG ജേക്കോ മാസ്റ്റർ, SC/ST വെൽഫെയർ സൊസൈറ്റി പ്രസിഡന്റും മുൻ പഞ്ചായത്ത് മെമ്പറുമായിരുന്ന CR അറുമുഖൻ, NSS പ്രതിനിധി ഗിരീഷ് ചിറ്റേഴത്ത്, SNDP പ്രതിനിധി ജയരാജൻ മാസ്റ്റർ, സദാനന്ദൻ ഏങ്ങൂർ എന്നിവർ അനുസ്മരണം നടത്തി. യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷൈം നെടിയിരിപ്പിൽ, സേവാഭാരതി ജില്ലാ സെക്രട്ടറി പ്രദീപ് മുതിരപ്പറമ്പിൽ, RSS സമ്പർക്ക പ്രമുഖ് NS പ്രജീഷ്, വലപ്പാട് 2-ാം വാർഡ് മെമ്പർ രശ്മി ഷിജോ എന്നിവർ സംസാരിച്ചു. താന്യം ഗ്രാമപഞ്ചായത്ത് 15-ാം വാർഡിൽ ഉണർവ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. താന്യം സെന്റ് പീറ്റേഴ്സ് പള്ളി വികാരി ഫാദർ പോൾ കള്ളിക്കാടൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം സിജോ പുലിക്കോട്ടിൽ അധ്യക്ഷനായി. ചിറയത്ത് ജോണിമാഷ് ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TB മായ മുഖ്യ അതിഥിയായി. പഞ്ചായത്ത് കുടുംബശ്രീയുടെ JLG യൂണിറ്റാണ് ചെണ്ടുമല്ലി കൃഷിക്ക് നേതൃത്വം നൽകിയത്. സജ്ജന അബ്ദുൾ റഹ്മാൻ, ഷീജ ഭരതൻ, ഷാനിബ നൌഷീൽ, റീന ഷിയാസ്, സരിത പ്രവീൺ, സുരേഷ് സ്ഥാനാപറമ്പിൽ, കൃഷ്ണൻകുട്ടി മാഷ്, അബ്ദുൾ റഹ്മാൻ, ധന്യ ബിജു എന്നിവർ നേതൃത്വം നൽകി. ചടങ്ങിൽ പങ്കെടുത്തവർക്ക് കൂട്ടായ്മ അംഗങ്ങൾ പായസം നൽകി സന്തോഷം പങ്കുവച്ചു. ആൽക്കെമിസ്റ്റ് എന്ന് പറയുന്ന വളരെ വിശ്വപ്രശസ്തി ആർജിച്ച ഒരു നോവലുണ്ട്. നോവൽ എങ്ങനെയാണ് ഒരാൾ ആത്മാർത്ഥമായ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചാൽ ഈ പ്രകൃതി പോലും അവൻ്റെ ഉദ്യമത്തിന് കൂടെ നിൽക്കും. ഞാൻ ആലോചിക്കുന്ന 2 വർഷവും ഞാൻ ഈ ചെണ്ടുമല്ലി കൃഷിക്ക് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ ആഗ്രഹിച്ചു, നടന്നില്ല. അങ്ങനെ ഇത് 3-ാമത്തെ വർഷമാണ്, ഒരു വർഷത്തെ അവസാനത്തെ വർഷമായിരിക്കും. ഞാൻ ഈ വർഷം ചെയ്യാനായിട്ട് ഒരുങ്ങുമ്പോൾ എങ്ങനെ ചെയ്യണം എൻ്റെ കുറേ ആഗ്രഹമൊക്കെ നടന്നു. ശരിക്കും അതുപോലെ നടന്നില്ല. 1000 തൈ കിട്ടിയെന്നുള്ളതിൽ പകുതിക്ക് താഴെ പോയി. പിന്നെ ബാക്കി കുറച്ചൊക്കെ മേടിച്ചിട്ടൊക്കെയാണ് വെച്ചിട്ടുള്ളത്. പക്ഷേ ഞാൻ ഇപ്രാവശ്യം കണ്ടൊരു അത്ഭുതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെച്ചിട്ട് ഒറ്റ ദിവസം പോലും ഒരു വെള്ളം ഒഴിച്ചിട്ടില്ല, അതല്ല ഒഴിക്കേണ്ടി വന്നിട്ടില്ല. നമ്മൾ ഇന്നും അല്ലെങ്കിൽ ഇന്ന് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ദിവസമാണ്. ഇപ്പം ഇന്നുണ്ടായത് ഞാൻ തുടക്കത്തിലൊന്നും പറഞ്ഞത് നല്ല വെയിൽ, ഇന്നും വെള്ളം ഒഴിക്കാതിരുന്നാൽ ശരിയാവില്ല. ഇപ്പം എങ്ങനെയായാലും സമയം കണ്ടെത്തി കുറച്ച് വെള്ളമൊക്കെ ഒഴിക്കണമെന്ന് വിചാരിച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കാണ് ആ മഴയൊക്കെ പെയ്തിട്ട്. അപ്പോൾ ഇന്നും നനയ്ക്കേണ്ടി വന്നിട്ടില്ല. എടമുട്ടം ശ്രീനാരായണ സുദർശന സമാജം ശ്രീ ഭദ്രാചല സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിച്ച വേൽ ക്ഷേത്രത്തിൽ ഞായറാഴ്ച വൈകിട്ട് സമർപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നാരായണ സുദർശന സമാജം ശ്രീ ഭദ്രാചല സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നമ്മൾ ഗുരുദേവൻ പ്രതിഷ്ഠിച്ച വേല് നമ്മൾ ഞായറാഴ്ച ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരികയാണ്. അത് അപ്പോൾ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ ചികിത്സയ്ക്കായി ചോലയിൽ കുഞ്ഞുമാമി വൈദ്യരുടെ ആശ്രമത്തിലെത്തിയ ഗുരുദേവനോട് വൈദ്യരും തദ്ദേശവാസികളും ആരാധനാ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ക്ഷേത്രപ്രവേശനത്തെക്കുറിച്ചുമുള്ള ആകുലതകൾ പങ്കുവച്ചു. തുടർന്ന് ഇപ്പോൾ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം സന്ദർശിച്ച് ഗുരുദേവൻ അവിടെ ക്ഷേത്രം നിർമ്മിക്കുവാൻ തീരുമാനിക്കുകയായിരുന്നു. ക്ഷേത്രം നിർമ്മിക്കേണ്ട സ്ഥലത്ത് ഇരുമ്പ് കൊണ്ടുള്ള വേൽ സ്ഥാപിക്കുകയും പണിതുയരുന്ന ക്ഷേത്രത്തിന് ശ്രീ ഭദ്രാചല സുബ്രഹ്മണ്യ ക്ഷേത്രമെന്ന് നാമകരണം ചെയ്ത് ജാതിമത ഭേദമന്യേ ആരാധനാ സ്വാതന്ത്ര്യം അനുവദിക്കണമെന്നും ഗുരു ആവശ്യപ്പെട്ടു.
ഗുരുദേവൻ സ്ഥാപിച്ച വേൽ മാറ്റി ഇപ്പോഴുള്ള വിഗ്രഹം പിന്നീട് പ്രതിഷ്ഠ നടത്തി. അന്നത്തെ ക്ഷേത്ര പൂജാരിയായിരുന്ന കൃഷ്ണൻ തെരുവിൽ പടിഞ്ഞാറ്റേടത്ത് വേൽ സ്വവസതിയിൽ വെച്ച് പൂജിച്ച് ആരാധിച്ചിരുന്നു. തുടർന്ന് അദ്ദേഹത്തിൻ്റെ പിൻഗാമികളും ഇത് തുടർന്നു വന്നു. 2022 ക്ഷേത്രത്തിൽ നടത്തിയ അഷ്ടമംഗല പ്രശ്നത്തിൽ ഗുരുദേവൻ സ്ഥാപിച്ച വേൽ സുരക്ഷിതമായി എവിടെയോ ഉണ്ടെന്നും അത് തിരികെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുന്നത് ചൈതന്യവർദ്ധനവിന് കാരണമാകുമെന്നും കണ്ടെത്തിയിരുന്നു. ഇപ്പോഴത്തെ മേൽശാന്തി സന്ദീപ് ശാന്തിക്ക് ലഭിച്ച അറിവിൻ്റെ അടിസ്ഥാനത്തിൽ പൂജാരിയുടെ കുടുംബത്തിൻ്റെ അനുമതിയോടെ വേൽ തിരികെ എത്തിക്കാനുള്ള നടപടികൾ ക്ഷേത്ര ഭാരവാഹികൾ ആരംഭിച്ചു. ഞായറാഴ്ച രാവിലെ 8-ന് ഗുരുദേവൻ സ്ഥാപിച്ച വേൽ തിരിച്ച് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുന്ന ചടങ്ങ് നടക്കും. സമാജം ഭാരവാഹികൾ വേൽ ഏറ്റുവാങ്ങി സമാജത്തിന് കീഴിലുള്ള 4 ശാഖാപരിധിയിലെ ക്ഷേത്രങ്ങളുടെയും ഭക്തജനങ്ങളുടെയും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഗ്രാമപ്രദക്ഷിണം നടത്തി വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ചടങ്ങുകളോടെ ക്ഷേത്രത്തിൽ സ്ഥാപിക്കുമെന്ന് ഭാരവാഹികളായ സെക്രട്ടറി അതുല്യ ഘോഷ് വെട്ടിയാട്ടിൽ, വൈസ് പ്രസിഡന്റ് സുമോദ് എറണാകുളത്ത്, ജോയിന്റ് സെക്രട്ടറി രഞ്ജൻ എരുമത്തുരുത്തി, വേൽ ഗ്രാമപ്രദക്ഷിണ കമ്മിറ്റി ചെയർമാൻ പ്രദീപ് തോട്ടുപുര എന്നിവർ അറിയിച്ചു. തൃപ്രയാർ ഇഷാര ഗോൾഡൻ ഡയമണ്ടിൻ്റെ ഫ്രീഡം കോൺടെസ്റ്റ് വിജയിക്ക് സമ്മാനദാനം നടത്തി. ഇഷാര ഗോൾഡ് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് നടത്തിയ ഫ്രീഡം കോൺടെസ്റ്റിൻ്റെ വിജയിയായി നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്ത അനു സിംഗിന് ഇഷാര ഉടമ രാജൻ ചെമ്പാറ സമ്മാനദാനം നടത്തി. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് ഓഗസ്റ്റ് 15 ഫ്രീഡം കോൺടെസ്റ്റ് മത്സരത്തിലൂടെ നറുക്കെടുപ്പിലൂടെ വിജയിയായ അനു സിംഗ് വക്കാട്ടിന് ഇഷാര മാനേജിംഗ് ഡയറക്ടർ ശ്രീ രാജൻ ചെമ്പാറ സമ്മാന വിതരണം നടത്തും. ഓണത്തോടനുബന്ധിച്ച് ഈ ഓണം പൊന്നോണം ഓഫർ ഇഷാരയിൽ തുടർന്നു വരുന്നു. 1 പവന് മുകളിൽ സ്വർണ്ണാഭരണം വാങ്ങുന്നവർക്ക് പട്ടുസാരിയും ബാക്കി എല്ലാ പർച്ചേസിനും സമ്മാനങ്ങൾ നൽകുന്നു. അത്തദിനത്തിൽ സ്റ്റാഫ് അംഗങ്ങളായ പ്രണവ്, ശ്യാംലാൽ, സൗമ്യ, ലത MR എന്നിവരുടെ നേതൃത്വത്തിൽ പൂക്കളമിട്ട് ആഘോഷിച്ചു. പരിപാടികൾക്ക് ഷോപ്പ് മാനേജർ ജിൻസൺ മംഗലം, PRO ഉബൈദു എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. ഓണം ലക്ഷ്യമാക്കി എത്തിച്ച മുന്തിയ ഇനം കഞ്ചാവുമായി 3 പേർ എക്സൈസിന്റെ പിടിയിലായി. കാഞ്ഞാണി പെരുമ്പുഴ പാലക്കഴയിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ലഹരിക്കെതിരെ പൊരുതാൻ കീഴ്പള്ളിക്കര ഗ്രാമം ഒരുങ്ങുന്നു. ശനിയാഴ്ച വൈകിട്ട് 4-ന് ജനകീയ പ്രതിരോധ റാലി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.